ഈ ലോകത്തിലെ മൂക്കിലെ ശ്വാസം നിൽക്കുന്നത് വരെ ഇവിടുത്തെ ബന്ധങ്ങളുള്ളൂ. ഭാര്യ, ഭർത്താവ്, മക്കൾ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽവാസികൾ, ഈ ലോകത്തിലെ പാസ്റ്റർ, വിശ്വാസി ബന്ധം, നമ്മുടെ കൂട്ടുവിശ്വാസികൾ, നമ്മുടെ മറ്റു ബന്ധങ്ങളെല്ലാം ഏതു ബന്ധവും ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഉള്ളൂ. ഈ ലോകത്തിൽ ആര് മരിച്ചാലും, ഈ ലോകത്തിൽ ആര് നമുക്ക് നഷ്ടപ്പെട്ടാലും കുറേ നാൾ നമ്മൾ കരയും. അത് കഴിഞ്ഞ് നമ്മൾ സ്വാഭാവികമായി അവരെ മറക്കും. അതാണ് ഈ ലോകത്തെ, ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു ഗതി അങ്ങനാണ്. എന്നാൽ അവിടെയും നമ്മളെ മറക്കാതെ നമ്മെ സ്നേഹിക്കുന്ന, നിത്യതയോളം നമ്മെ സ്നേഹിക്കുന്ന, ഈ ഭൂമിയിലെ ആയുസ് തീർന്നാലും തീരാത്ത ഏക ബന്ധം യേശുവിനോട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പാഴാക്കരുത്. കാരണം ഈ ലോകത്തിൽ ജീവൻ തന്ന്, അവസാന തുള്ളി രക്തം തന്ന് നമ്മളെ സ്നേഹിച്ച വേറെ ആരും ഈ ലോക ചരിത്രത്തിൽ ഇല്ല. ലോകം നമ്മളെ സ്നേഹിക്കുന്നത് ഒരു പക്ഷെ ഒരു ഡയറി മിൽക്ക് തന്നിട്ടായിരിക്കും. ഈ ലോകം നമ്മെ സ്നേഹിക്കുന്ന ഒരു പക്ഷെ ഒരു വസ്ത്രം തന്നിട്ടായിരിക്കും. ഈ ലോകം നമ്മളെ സ്നേഹിക്കുന്നത് കുറച്ച് പണം തന്നിട്ടായിരിക്കും. ഈ ലോകം നമ്മെ സ്നേഹിക്കുന്നത് കുറച്ച് ആഹാരം മേടിച്ച് തന്നിട്ടായിരിക്കും. പക്ഷെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഒന്നും തന്നിട്ടല്ല. തൻ്റെ ജീവൻ, അവസാന തുള്ളി രക്തം, തൻ്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തവും വെള്ളവുമാവുന്നേ. ആ വെള്ളം നമ്മളെ നോക്കി വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? ഇനി രക്തമില്ല ഈ ശരീരത്തിൽ നൂറ്റാൻ. ഈ ശരീരത്തിൽ നിന്ന് ഇനി നിനക്ക് വേണ്ടി ഒഴുകാൻ ഈ ശരീരത്തിൽ രക്തമില്ല. അതാ വെള്ളം വിളിച്ചു പറയുന്നേ. അങ്ങനാണെങ്കിൽ അങ്ങനെ സ്നേഹിച്ച ലോക ചരിത്രത്തിൽ ഒരൊറ്റ ചരിത്ര പുരുഷനേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു.